സുഹൃത്തുക്കളെ വഴി തെറ്റിപ്പോയി. 5 റോഡിന്റെ അവിടെ വന്നിട്ട് തിരിച്ചാ വന്നത്. ഇവിടെ ഫുള്ള് ബോച്ചെ അറിഞ്ഞാല് ഫുള്ള് ബോച്ചനെ എല്ലാരും അറിയും. ബോച്ചെ എടാ അത് അടിപൊളി റോഡാണല്ലേ. അതെ അടിപൊളിയാട്ടോ. ഇനി ഇരാൻകുട്ടി അറിയണത് ഫോട്ടോ എടുത്തിട്ട് ബാക്കി കളി ഉള്ളൂ. ആയിക്കോട്ടെ. പെയില് നല്ല ഉണ്ടാവും. ഓ നല്ല സെറ്റപ്പ് അല്ലേ രവിനെ? അടിപൊളി സ്ഥലമാണ്. നല്ല വെയിലുണ്ട്. നല്ല രസമായിട്ട് കാണാനേ. സമ്പാടിയുള്ള കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിലേ ആ ചൂരൽമല ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സ്ഥലത്താണ് ബോച്ചേൻ്റെ ഫോട്ടോ എടുക്കൽ തുടങ്ങി. അപ്പോൾ നമ്മളെന്ത് ചോദിച്ചാൽ ഇനി എസ്റ്റേറ്റ് പോവാണ്. എസ്റ്റേറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ റൂട്ടിൽ ഇറങ്ങിയാണ്. ആ പോണ വഴിക്ക് എസ്റ്റേറ്റിലേക്ക് പോണ വഴിക്കാണ് ഞങ്ങൾ വണ്ടി നിർത്തി. നല്ല രസമുള്ള സ്ഥലം. അപ്പോൾ ഫോട്ടോ എടുത്ത് പോകാറങ്ങാണ്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുക. ഏതായാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ ആദ്യമേ ഞങ്ങളതായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ എത്തി ബോച്ചെ. 1000 കോർ അടിപൊളി ഇതാക്കണം. ബോച്ചയിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ സംഭവം നമ്മൾ ബോച്ചൻ്റെ ഇവിടെ എത്തിട്ടോ. ബോച്ചെ അകത്തുണ്ട്, ബംഗ്ലാവിലെത്തി. ഇനി ഏതായാലും ഉമ്മരനും വീരാൻകുട്ടിയും അമീനും അവിടെ പോയിക്കണ്. അപ്പോൾ തീരുമാനമാക്കാൻ പുറത്തുകൂടി കടന്ന് കളിച്ചാണ്. പോയവട്ടത്താണ് ബംഗ്ലാവ്. ഇതിലെ ബോച്ചേൻ്റെ കാറും നമ്മളെ കാറും അടുത്തടുത്താണ് അല്ലേ. ബോച്ചനെ കണ്ടിട്ടില്ല. ബോച്ചൻ്റെ കാറേ അല്ലേ ഉമ്മരാ. ഇല്ലല്ല प्यार का पहला खत लिखने में वक्त तो लगता है, नई परिंदों को उड़ने में वक्त तो लगता है, प्यार का पहला खत लिखने में वक्त तो लगता है. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും ഒളിഞ്ഞിരുന്നാലും. നമ്മളേ ബോച്ച താമസിക്കുന്ന അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങോട്ട് പോകണം. അമീനും വീരാൻകുട്ടി വരെ കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയാൽ നോക്കാം.